ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഓപ്പൺ ആക്കാതെ ഫോണിലെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തിട്ട് ഫോൺ അടച്ചു വെക്കാൻ പറ്റും സക്കീർ ബായ്ക്ക്? പറ്റില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമുക്കൊരു 5 സ്റ്റെപ്സ് നോക്കാം. ഹൗ ടു ചെക്ക് യുവർ മൊബൈൽ ഫോൺ നോട്ടിഫിക്കേഷൻ വിത്തൗട്ട് ഓപ്പണിംഗ് ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് ഓർ എനി അതർ ഡിസ്ട്രാക്റ്റിംഗ് ആപ്ലിക്കേഷൻസ്. നോക്കിയാലോ? നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ കാര്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും നമുക്ക് ഫോണിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യാനോ സമയം നോക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരാം. ആൻഡ് ആ പേരിൽ നമ്മൾ ഫോൺ ഓപ്പൺ ആക്കും. നമ്മുടെ ആവശ്യം കഴിഞ്ഞ ഉടനെ നമ്മൾ ഏതെങ്കിലും ഡിസ്ട്രാക്റ്റിംഗ് ആപ്സ്, ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഇതിലേക്ക് പോകും. നമ്മൾ ഷോർട്സ് കാണും, റീൽസ് കാണും ആൻഡ് നമ്മുടെ സമയം മൊത്തം പോകും. ആൻഡ് ഇങ്ങനെ സമയം പോയിട്ടുള്ളവർക്കാണ് ഇന്നത്തെ 5 സ്റ്റെപ്സ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് എന്താണെന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1, ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹാവ് എ ക്ലിയർ പ്ലാൻ. നിങ്ങൾ എന്തിനാണ് ഈ സമയത്ത് ഫോൺ ഓപ്പൺ ആക്കുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ വരണം. ആൻഡ് അത് നിങ്ങളുടെ ബ്രെയിനിന് ഒരു ഇൻസ്ട്രക്ഷൻ പോലെ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വിചാരിക്കുക ഞാൻ സമയം മാത്രമേ നോക്കത്തുള്ളൂ. ആൻഡ് നിങ്ങളത് ഇങ്ങനെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ സമയം മാത്രമേ നോക്കൂ, ഞാൻ സമയം മാത്രമേ നോക്കൂ. ഓർ ഞാൻ ഗൂഗിളിൽ ഒരു കാര്യം മാത്രം സെർച്ച് ചെയ്യും, ഹിറ്റ്ലർ എന്ന് പറഞ്ഞ പോലെ നിങ്ങളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് നിങ്ങളെ ബ്രെയിൻ ആ ഇൻസ്ട്രക്ഷൻ കിട്ടും. ആൻഡ് അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് ലുക്ക് അറ്റ് ദി ഐക്കൺ ഓഫ് ദി ഡിസ്ട്രാക്റ്റിംഗ് ആപ്പ്. നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആപ്പിന്റെ ഐക്കണിലേക്ക് നോക്കാതിരിക്കുക. ഫോൺ അൺലോക്ക് ചെയ്യുന്നു, നിങ്ങൾ ആ ഐക്കൺ കാണാതെ നിങ്ങളുടെ ജോലി എന്താന്ന് വെച്ചാൽ ചെയ്യുന്നു. പിന്നെ നിങ്ങൾ ഉടനെ ഫോൺ ഓഫ് ചെയ്യുന്നു. അഥവാ നിങ്ങൾ ഐക്കൺ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം പോകും. സോ അത് മനസ്സിലാക്കുക. ഐക്കണിലേക്ക് മാക്സിമം ബോധപൂർവം പോവാതെ ഇരിക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് തോന്നുന്നതാണ് ഞാൻ ഒന്ന് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കട്ടെ, ഒന്ന് യൂട്യൂബ് ഷോർട്സ് കാണട്ടെ, ഒന്ന് യൂട്യൂബ് നോക്കട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമയം കംപ്ലീറ്റ്ലി പോകാൻ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ജോലി എന്തായാലും അത് കംപ്ലീറ്റ് ആവത്തില്ല. സോ ഇൻസ്റ്റഗ്രാം ഐക്കണിലേക്ക് നോക്കാനേ പാടില്ല. പിന്നെ സ്റ്റെപ്പ് നമ്പർ 3, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഫോൺ എടുത്തിട്ടുള്ളത്, എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന്. ആൻഡ് ഈ ആവശ്യം കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഫോൺ ഒന്ന് ലോക്ക് ചെയ്തേക്കുക. അതാണ് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 3. അല്ലെങ്കിൽ ഇത് സംഭവിക്കും, നിങ്ങൾ ഡീപ്പ് റിസർച്ച് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളെ ബ്രെയിൻ മറന്നുപോകും നിങ്ങൾ എന്തിനാണ് ഫോൺ എടുത്തതെന്ന്. എന്നിട്ട് പിന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോകും, യൂട്യൂബിൽ പോകും. ആൻഡ് നിങ്ങളുടെ സമയം മൊത്തം അങ്ങനെ പോകും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഒന്നും നടക്കത്തില്ല. സോ കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ആവശ്യം കഴിഞ്ഞ ഉടനെ ഫോൺ ഒന്ന് ലോക്ക് ചെയ്തേക്കുക. സ്റ്റെപ്പ് നമ്പർ 4, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഏതെങ്കിലും ഡിസ്ട്രാക്റ്റിംഗ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പാനിക് ആവരുത്. ഉടനെ തന്നെ സംബോധം കൊണ്ടുവരിക ആൻഡ് ഫോണ് ലോക്ക് ചെയ്തേക്കുക. സ്റ്റെപ്പ് നമ്പർ 5, ഇതാണ് നിങ്ങളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു റീൽ, ഒരു ഷോർട്സ്, ജസ്റ്റ് ഒരു മിനിറ്റ് ഇത് നിങ്ങൾ ഒരിക്കലും പറയാതിരിക്കുക. ആൻഡ് നിങ്ങൾ ഈ ജസ്റ്റ് ഒരു 5 മിനിറ്റ്, ജസ്റ്റ് ഒരു 10 മിനിറ്റേ ഉള്ളൂ എന്ന് നിങ്ങളെ മനസ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ 10 മിനിറ്റ് നിൽക്കൂല. ആൻഡ് അത് നിങ്ങളൊന്ന് ഓർത്തേക്കുക. ഒരിക്കലും 5 മിനിറ്റ് 10 മിനിറ്റ് ഫോൺ നോക്കാം, 5 മിനിറ്റ് റീല് കാണാം എന്നൊന്നും നിങ്ങൾ പറഞ്ഞിട്ട് എക്സ്ക്യൂസ് എടുക്കരുത്. ആൻഡ് നിങ്ങളെ പണി എന്താണോ അത് കഴിഞ്ഞിട്ട് യു ക്യാൻ വാച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ 5 സ്റ്റെപ്സ് ടു ചെക്ക് യുവർ ഫോൺ വിത്തൗട്ട് ഓപ്പണിംഗ് ദാറ്റ് ഡിസ്ട്രാക്റ്റിംഗ് ആപ്പ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഓൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ മെൻഷൻ ഇൻ കമൻറ്റ് ബോക്സ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.